ആളുകളെ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ നാട്ടിലെ പ്രവാസ ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ സമരങ്ങളെക്കുറിച്ച്, സംഘടനാ രൂപീകരണത്തെക്കുറിച്ച് ഒക്കെ ചോദിച്ചാൽ ആ ആളുകൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാകും. ആരാണ് ഏറ്റവും ആദ്യം അവരുടെ നാട്ടിലൊരു സമരത്തിന് തുടക്കമിട്ടത്, എങ്ങനെയാണ് അവിടെ സംഘടന രൂപപ്പെട്ടത്, അതിൻ്റെ ധാരാളം അനുഭവ കഥകൾ പറയുന്ന ആളുകളുണ്ടാകും. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കപ്പലൊന്നും കയറിയിട്ടല്ല, കപ്പലിനൊക്കെ മുമ്പുണ്ടായിരുന്ന ചില യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളിൽ കയറിയിട്ട് പാസ്പോർട്ടോ ഒന്നുമില്ലാതെ, വിസയോ ഒന്നുമില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു, അവരുടെ അനുഭവം എന്തായിരുന്നു, അവരെങ്ങനെയാണ് തിരിച്ചു വന്നത്, അവരെങ്ങനെയാണ് അവരുടെ പരിചയക്കാരെയോ കുടുംബക്കാരെയോ അവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അത് ജാവയിലേക്കോ സിംഗപ്പൂരിലേക്കോ ഒക്കെ ആകാം. എൻ്റെ നാട്ടിലെ തൊട്ടടുത്ത ടൗണിൻ്റെ പേര് വില്യാപ്പള്ളി എന്നാണ്. വില്യാപ്പള്ളിയിലെ ഒരു തുണിപ്പീടികയുടെ പേര് ജാവ ക്ലോത്ത് മാർട്ട് എന്നാണ്. ഈ ജാവ ക്ലോത്ത് മാർട്ട് ഞാൻ പ്രാദേശിക ചരിത്രം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. ജാവ ക്ലോത്ത് മാർട്ട് എന്നുള്ള പേരുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം അവിടെ കച്ചവടം ചെയ്യുന്ന ആളുടെ വല്യുപ്പാൻ്റെ വല്യുപ്പയോ മറ്റോ ആണ് ഞാനീ പറഞ്ഞ ഒരു കാലത്ത് ജാവയിലേക്ക് പോവുകയും ജാവയിൽ പോയി അവിടെ ജീവിക്കുകയും പിന്നെ അവിടെ നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും അതുവഴി അവരാരംഭിച്ച കച്ചവടത്തിൻ്റെ കഥയുടെ ഒരു ഓർമ്മയാണ് ജാവ ക്ലോത്ത് മാർട്ട് എന്ന് പറയുന്ന ഒരു പേര്. അപ്പോൾ ഈ പേരിൽ നിന്ന് നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രവാസം സംബന്ധിച്ച്, അല്ലെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ രൂപീകരണം സംബന്ധിച്ച്, ഇവ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുകയും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിനെക്കുറിച്ച്, അതിലിടപെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ച് ഒക്കെ ജനങ്ങൾക്ക് അനുഭവത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. ഈ തരം കഥകളിലൂടെ, ഈ പറച്ചിലുകളുടെ ആളുകൾക്കിടയിൽ പങ്കുവെക്കപ്പെടുന്ന ചരിത്രത്തെയാണ് നാം ജനകീയ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനകീയ ചരിത്രമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു ചരിത്രബോധം സൂക്ഷിക്കുന്നത്, എല്ലാവരും കാലിക്കറ്റ് സർവകലാശാലയിൽ MA ചരിത്രം പഠിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും MA ചരിത്രം പഠിച്ചിട്ട് ആ ചരിത്ര വിജ്ഞാനത്തിൻ്റെ പിൻബലത്തിലല്ല ആളുകൾ ഒരു ചരിത്രബോധം സൂക്ഷിക്കുന്നത്. ആളുകൾ ചരിത്രബോധം സൂക്ഷിക്കുന്നത് ജനജീവിതത്തിനിടയിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ രൂപപ്പെടുന്ന ചരിത്രബോധത്തിൻ്റെ, ജനകീയമായ ചരിത്രത്തെ മുൻനിർത്തിയുള്ള ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ഇനി മൂന്നാമതൊരു ചരിത്രം ഞാൻ പറഞ്ഞു, ജനപ്രിയ ചരിത്രം എന്ന് വിളിക്കാവുന്ന ഒരു ചരിത്രം. ജനപ്രിയ ചരിത്രം, KN പണിക്കരെ പോലെയുള്ള ആളുകൾ അതിനെ പോപ്പുലറൈസ്ഡ് ഹിസ്റ്ററി എന്ന് പറയാം. നേരത്തെ പറഞ്ഞ ജനകീയ ചരിത്രം എന്ന് പറയുന്നതിനെ പോപ്പുലർ ഹിസ്റ്ററി എന്ന് ആണ് അവർ വിളിക്കുന്നത്. ഇത് പോപ്പുലറൈസ്ഡ് ഹിസ്റ്ററിയാണ്. പോപ്പുലർ അല്ല, പക്ഷെ എന്താണ്, അതിനെ പോപ്പുലറൈസ് ചെയ്തതാണ്. അതിനെ ജനകീയമായോ ജനകീയമാണെന്ന് തോന്നിപ്പിക്കുകയോ ജനപ്രിയമാക്കി മാറ്റുകയോ ചെയ്യുന്ന ഒരു ചരിത്രമാണ്. അതെന്ത് ചരിത്രമാണെന്ന് ചോദിച്ചാൽ വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ള സമയം നമുക്കില്ല. ഈ രാം പുനിയാനി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രാം പുനിയാനിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഗോഡ് പൊളിറ്റിക്സ് എന്നാണ്. ദൈവരാഷ്ട്രീയം എന്ന് പറയുന്ന സമകാല ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും മതത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഗോഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിലെ പല ആദിവാസികൾ ഉള്ള സംസ്ഥാനങ്ങളിലും ആദിവാസികൾക്ക് മാത്രമായിട്ട് ചില പഠന ശിബിരങ്ങൾ നടക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആദിവാസി എന്നുള്ള പേരിന് പകരമായി ഉയർന്നു വന്നിട്ടുള്ളൊരു പുതിയ വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വനവാസി എന്നാണ്. ആദിവാസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആദിമ നിവാസികൾ, ഏറ്റവും ആദ്യം മുതലേ താമസിച്ചിട്ടുള്ള ആളുകൾ എന്നാണ്. അവർ കാട്ടിലേക്ക് പോയത് അവർ ജീവിച്ച സ്ഥലത്ത് ജീവിക്കാൻ നിൽക്കക്കള്ളിയില്ലാത്ത മട്ടിൽ മറ്റാളുകൾ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ കാട്ടിൽ പോയത്. അപ്പോൾ ആദിവാസി എന്ന് പറയുന്ന വാക്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് വനവാസി എന്ന്, അവരെല്ലാ കാലത്തും കാട്ടിലുള്ള ആളുകളാണ് എന്ന അർത്ഥത്തിൽ വനവാസി എന്നുള്ള പേര് മാത്രമല്ല,
വനവാസിക്ക് ഗോത്രോത്സവം നടത്തുക, അമ്പും വില്ലും കൊടുക്കുക. അമ്പും വില്ലും എന്ന് പറയുന്നത് അവരുടെ ഒരു ചിഹ്നമാക്കി മാറ്റുക, അതിന് അമ്പെയ്ത്ത് മത്സരങ്ങൾ നടത്തുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഒരു ജനതയെ മുഴുവൻ, ഞാൻ പറയുന്നത് ആദിവാസിയുടെ ഒരു ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ അവർ കാട്ടിൽ മാത്രം വസിക്കുന്ന ആളുകളല്ല, അവർ നാട്ടിലൊക്കെ വസിക്കുന്ന ആളുകളാണ്. പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, തലക്കൽ ചന്തുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ, തലക്കൽ ചന്തു മാത്രമല്ല, ഗേഡിനെലി എന്ന് പറയുന്ന മണിപ്പൂരിലെ ആദിവാസി പെൺകുട്ടി 14 വയസ്സുള്ളപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തിട്ട് ഗോത്രവർഗത്തിൻ്റെ രാഷ്ട്രീയ സമരത്തിന് വേണ്ടിയുള്ള പതാക കയ്യിലേന്തിയ പെൺകുട്ടിയാണ്. ഗോത്ര സമരത്തിന് നേതൃത്വം കൊടുത്ത മൂപ്പൻ ബ്രിട്ടീഷ് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചപ്പോൾ പതാക ഏന്തിയ പെൺകുട്ടിയാണ്. അവൾ 14 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. നെഹ്റു ജയിലിൽ പോയിട്ട് അവരെ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വീരവനിത എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഗേഡിനെലി ആദിവാസി സ്ത്രീയാണ്. അവർ മാത്രമല്ല, അങ്ങനെ എത്രയോ ആളുകൾ. ഇവരെ ആരും കാട്ടിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ, പക്ഷേ ആദിവാസിക്ക് നാം വനവാസി എന്ന് പേര് കൊടുക്കും എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ആദിവാസികളല്ല, പിന്നെ അവർ വനവാസികളായി. വനവാസികൾക്ക് 14 ദിവസത്തെ 21 ദിവസത്തെ ഒക്കെ പഠന ശിബിരങ്ങൾ ഏർപ്പെടുത്തുന്നു. ആ പഠന ശിബിരത്തിൽ അവർക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ പറയുക, നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ആദ്യം നാട്ടിൽ ജീവിച്ച ആളുകളായിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ കാട്ടിലേക്ക് ഓടിപ്പോയി. എപ്പോൾ ഓടിപ്പോയി? ഇന്ത്യയിൽ മുഗൾ ഭരണം വന്നപ്പോൾ ഇവിടുത്തെ മുഗൾ ചക്രവർത്തിമാർ നിങ്ങളെ കാട്ടിലേക്ക് ഓടിച്ചു. അങ്ങനെ കാട്ടിൽ പോയവരാണ് നിങ്ങൾ. ഇതാദ്യത്തെ പഠന ശിബിരത്തിൽ പറയാം. രണ്ടാമത്തെ പഠന ശിബിരത്തിൽ പറയുക എന്താ? നിങ്ങളുടെ അമ്മയുടെ പേര് അഞ്ജനാദേവി എന്നാണ്. അഞ്ജനാദേവി എന്ന് പറയുന്നത് പുരാണത്തിൽ ഹനുമാന്റെ അമ്മയുടെ പേരാണ്. ഹനുമാൻ കാട്ടിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് കാട്ടിൽ ജീവിക്കുന്ന ഈ ദൈവം നിങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം ഹനുമാൻ ആണ്. അപ്പോൾ 2 ദിവസങ്ങളുണ്ടാകും. അഞ്ജനാദേവിയുടെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ദിവസം, ഹനുമാൻ ദിവസം എന്ന് പറഞ്ഞ് വേറൊരു ദിവസം. ഇത് ഇവരുടെ ആഘോഷമാക്കി മാറ്റും. നിങ്ങൾ നോക്കൂ, ആദിവാസികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ചരിത്രവും അവരുടേതായിട്ടുള്ള സംസ്കാരവും ഉണ്ടായിരുന്ന ഒരു ജനത പതുക്കെ ഈ ഒരു സംസ്കാരത്തിലേക്ക്, ഈ ചരിത്രബോധത്തിലേക്ക് മാറുകയാണ് സംഭവിക്കുന്നത്. അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മട്ടിൽ അവരെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് പല രീതിയിൽ, നാട്ടുമ്പുറത്തെ രാമക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്. ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ബാധകമായിട്ടുള്ളത്. ഇടിയങ്ങര പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് പള്ളിയുടെ 2 വശത്തും എഴുതി വെച്ചിട്ടുള്ള, നേർച്ച നടക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള എഴുത്തുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സംസ്കാരത്തെ, പ്രാദേശികമായിട്ടുള്ള ചരിത്രബോധങ്ങളെ മായ്ച്ച് മറ്റൊരു ഏകത്വത്തിൻ്റേതായിട്ടുള്ള ഹിന്ദുത്വയുടേതായിട്ടുള്ള ഒരു ചരിത്രബോധത്തെയും സംസ്കാരത്തെയും ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ആഗോള ഇസ്ലാമിൻ്റെ ആശയങ്ങളെയും ചരിത്രബോധത്തെയും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അപ്പം ഞാൻ പറയുന്നത് ഇതിനെ, പക്ഷെ രണ്ടിൻ്റെയും തോതുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെ എന്താണ്, ഇത് വാസ്തവത്തിൽ ജനകീയമായ ചരിത്രത്തിനു മുകളിൽ ജനപ്രിയത ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു ചരിത്രബോധമാണ്. അതാണ് ജനപ്രിയം എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രബോധം നമ്മുടെ നാട്ടിൽ ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ ജനകീയ തലത്തിലുള്ള സാധാരണ ജനജീവിതത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രബോധം രൂപപ്പെടുന്നത് ഈ 2 തലത്തിൽ നിന്നാണ്. അക്കാദമികമായ ചരിത്രബോധം എന്നതിനേക്കാൾ ഏറെ ജനകീയമായ ചരിത്രത്തിൽ നിന്നും, ഈ ജനകീയമായ ചരിത്രത്തിൽ നിന്ന് ആളുകളെ മാറ്റി അതത് മതരാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ രാഷ്ട്രീയത്തിനോ താല്പര്യമുള്ള ജനപ്രിയമായി നിർമ്മിക്കുന്ന ചരിത്രബോധത്തിലേക്കോ ആളുകളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 3 തരത്തിലുള്ള ചരിത്രം ധാരകൾ എന്ന് പറയുന്നത്. ഈ ചരിത്രധാരകൾ വ്യത്യസ്തങ്ങളായ ചരിത്രബോധത്തെ ജനങ്ങൾക്കിടയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്ന ഒരു പുതിയ ചരിത്രമെഴുത്ത് രീതി ഉണ്ടായിത്തീരുന്നത് എന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1970-കളിൽ രഞ്ജിത്ത് ഗുഹയെ പോലെയൊക്കെയുള്ള ആളുകളാണ്
ഇതിനെ ചരിത്രത്തിലെ ഒരു പുതിയ പ്രസ്ഥാനമാക്കി കൊണ്ടുവരുന്നത്. അതിനൊരു വലിയ ചരിത്രമുണ്ട്. കേരളത്തിൽ വാണിയംകുളം പഞ്ചായത്താണ് ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ചരിത്രരചനയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അതിൻ്റേതായ ഒരു വലിയ ചരിത്രമുണ്ട്. അതൊന്നും ഇവിടെ ഇപ്പോൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് നമുക്ക് വിട്ടുകളയാം. അപ്പോൾ അതുകൊണ്ട് ഈ ചരിത്രം എന്ന് പറയുന്നത്, പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ ചരിത്രമാണ്. നമുക്കൊരു ദേശീയ ചരിത്രം എന്ന് പറയുന്നത്, ഈ ദേശീയ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ദേശരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം, ദേശരാഷ്ട്രം എന്നുള്ള സങ്കല്പം പറയുമ്പോൾ പിന്നെ ഇമേജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന പുസ്തകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. ഇതൊക്കെ വിശദീകരിക്കേണ്ട ആശയങ്ങളാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇന്ത്യയുടെ ഒരു ഭൂപടം നിങ്ങൾ സങ്കല്പിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ദേശം, വേഷം, ഭാഷ, മനുഷ്യർ, ഇവരെയെല്ലാം ചേർത്തിട്ട് നമ്മൾ രാജ്യത്തെ ഭാവന ചെയ്യുകയാണ്. ഇങ്ങനെ നാം ഭാവന ചെയ്തുണ്ടാക്കുന്ന ഒരു രാഷ്ട്രം. ദേശം അങ്ങനെയല്ല. നാം ജീവിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ സഞ്ചരിക്കുകയും നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നിരന്തരം നേരിട്ട് അനുഭവമുള്ള ഒരു പ്രദേശമാണ് പ്രദേശം എന്ന് പറയുന്നത്. രാഷ്ട്രം അങ്ങനെയല്ല. രാഷ്ട്രം സാങ്കല്പികമാണ്. അതുകൊണ്ടൊരു ഭാവനാ സമൂഹമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭാവനാ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന മട്ടിൽ ഉള്ള ഒരു ദേശചരിത്രം ആണ് പിന്നീട് നമ്മൾ സ്വതന്ത്ര രാജ്യം എന്നുള്ളത്, ദേശീയത രൂപപ്പെടുന്നത് മുതലുള്ള നമ്മുടെ ചരിത്രരചന, ആ ചരിത്രരചനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഇത്തരത്തിലുള്ള രാഷ്ട്രചരിത്രത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം. ഈ രാഷ്ട്രചരിത്രം എന്ന് പറയുന്നത് ഒരു മഹാചരിത്രമാണ്. എന്നാൽ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് സൂക്ഷ്മ ചരിത്രമാണ്. അത് നിങ്ങളൊരു നാട്ടിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിലെ ഭൂപ്രകൃതി എന്താണ്, നിങ്ങളുടെ നാട്ടിലെ ഭൂപ്രകൃതി എന്താണ്, അവിടുത്തെ സസ്യജാലങ്ങൾ എന്താണ്, അവിടുത്തെ ജന്തുജാലങ്ങൾ എന്താണ്, അവിടെ ജീവിക്കുന്ന മനുഷ്യരാരൊക്കെയാണ്, ഈ മനുഷ്യർ എങ്ങനെയാണ് അവിടെ ആവാസം തുടങ്ങിയത്, ആ ആവാസം തുടങ്ങിയത് മുതൽ